ഇന്നലെ പുറത്തിറങ്ങിയ ലൂസിഫർ ഫ്രാഞ്ചൈസിയുടെ രണ്ടാമത്തെ സിനിമയായ എമ്പുരാന്റെ ടീസർ ഡീകോഡ് ചെയ്ത് ഞാൻ കണ്ടെത്തിയ ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിനു മുൻപ് ഒരു കാര്യം പറയാം. ടീസറിൽ കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ചില വിവരങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അത് 100% സിനിമയിൽ പറയുന്ന കാര്യങ്ങളുമായി ബന്ധമുള്ളതാണെന്ന് ഒരു നിർബന്ധവുമില്ല. അതുകൊണ്ട് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ആസ്വാദനത്തെ ബാധിക്കുന്നുണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുക. സോ നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ടീസർ ആരംഭിക്കുന്നത് പൃഥ്വിരാജ് സുകുമാരൻ എഴുതിയ ഒരു ഇംഗ്ലീഷ് തീം സോങ്ങിലൂടെയാണ്. അത് പാടിയിരിക്കുന്നത് ഇന്ദ്രജിത്തിന്റെ മകളായ പ്രാർത്ഥന ഇന്ദ്രജിത്താണ്. ടീസറിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ഇറാഖിലെ കരാക്കോഷ് നഗരമാണ്. ആ നഗരത്തെ ഗോസ്റ്റ് ടൗൺ എന്നാണ് വിളിക്കുന്നത്. അതോടൊപ്പം ആ നഗരം കാണിക്കുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളും വീടുകളും കെട്ടിടങ്ങളും പള്ളികളും എല്ലാം പൊളിഞ്ഞു കിടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതായത് ചരിത്രം നോക്കുമ്പോൾ ഇറാഖിലെ ഈ കരാക്കോഷ് നഗരത്തിൽ പല യുദ്ധങ്ങൾ പല സമയത്തായി നടന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് 1990 കാലഘട്ടങ്ങളിലെ ഇറാഖി കുർദിഷ് സിവിൽ വാർ, 98-ലെ ഇറാഖിലെ ബോംബിങ്, രണ്ടാം സദർ കലാപം, 2003-ലെ ഇറാഖ് യുദ്ധം തുടങ്ങിയ ഒരുപാട് സംഭവങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. എന്നാൽ ഈ നഗരം ഗോസ്റ്റ് ടൗൺ എന്ന് വിളിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം 2014-ൽ ISIS തീവ്രവാദ സംഘടന ആ നഗരത്തിൽ അക്രമം അഴിച്ചുവിടുകയും അവിടെയുള്ള അസീറിയൻ ക്രിസ്ത്യൻ വിശ്വാസികളെ ആക്രമിക്കുകയും അവരുടെ പള്ളികളും പള്ളിയിലെ ചിഹ്നങ്ങളും വീടുകളും നഗരങ്ങളും നശിപ്പിച്ച് അവരെ നിർബന്ധിപ്പിച്ച് അവിടെ നിന്ന് പല ദേശത്തേക്ക് പലായനം ചെയ്യിപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് കരാക്കോഷ് എന്ന ആ ഒരു നഗരത്തിന് ഗോസ്റ്റ് ടൗൺ എന്ന പേര് വന്നത്. എന്നാൽ ഈ കരാക്കോഷ് എന്ന നഗരത്തിന്റെ പേരിന്റെ അർത്ഥം ബ്ലാക്ക് ബേർഡ് അഥവാ കറുത്ത പക്ഷി എന്നാണ്. അതുകൊണ്ട് തന്നെ ടീസറിന്റെ പല ഭാഗത്തായി ആ നഗരത്തിൽ കറുത്ത നിറത്തിലുള്ള പ്രാവുകളെ കാണിക്കുന്നുണ്ട്. വെള്ളപ്രാവ് സമാധാനമാണെങ്കിൽ കറുത്ത പ്രാവ് സമാധാനത്തിനെതിരാണെന്നും ഇത് സൂചിപ്പിക്കുന്നു. ഈ ടീസറിൽ ലൂസിഫർ എന്ന സിനിമയിലെ പല ഡയലോഗുകളാണ് പറയുന്നത്. ടീസറിന്റെ മറ്റൊരു ഭാഗത്തായി എല്ലാവരും ആദരിച്ചിരുന്ന PKRന്റെ പ്രതിമയിൽ പക്ഷികൾ കാഷ്ടിച്ചിരിക്കുന്നതായും സാമൂഹ്യ വിരുദ്ധർ ആ സ്ഥലത്തെ മോശമായി ഉപയോഗിക്കുന്നതായി അവിടെ വെച്ചിരിക്കുന്ന മദ്യക്കുപ്പികൾ സൂചിപ്പിക്കുന്നു. ഒരു കാലത്ത് എല്ലാവരും വളരെ ആദരണീയനായി കണ്ടിരുന്ന PKRനെയും അവരുടെ പാർട്ടിയെയും ഇപ്പോൾ ആളുകൾ ബഹുമാനിക്കുന്നില്ല എന്ന് ഈ ഒരു സംഭവം സൂചിപ്പിക്കുന്നു. ഇനി ടീസറിൽ കാണിച്ച മറ്റൊരു രംഗമാണ് കുരിശിന്റെ രൂപത്തിൽ കത്തി നിൽക്കുന്ന ഒരു മരം. അതിന്റെ മുൻപിലായി മഞ്ജു വാര്യരുടെ കഥാപാത്രം നിൽക്കുന്നതായി കാണിക്കുന്നുണ്ട്. എന്നാൽ അതേ സ്ഥലത്ത് തന്നെ മോഹൻലാലിന്റെ മുണ്ടുടുത്ത സ്റ്റീഫൻ നെടുമ്പള്ളി അദ്ദേഹത്തിന്റെ ഗ്യാങ്ങുമായി വരുന്നതായി കാണിക്കുന്നുണ്ട്. ടീസറിൽ കാണിക്കുന്ന ഒടിഞ്ഞു വീഴുന്ന കുരിശും കത്തി നിൽക്കുന്ന കുരിശു രൂപത്തിലുള്ള മരവുമെല്ലാം കുരിശിനെതിരെയുള്ള ഡെവിൾ റെഫറൻസ് ഉള്ള ലൂസിഫറിനെ സൂചിപ്പിക്കുന്നു. ലൂസിഫർ എന്ന സിനിമയിലെ ഒരു ഭാഗത്തായി പള്ളിയിലെ അച്ഛൻ സ്റ്റീഫൻ നെടുമ്പള്ളിയോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതായത് 15-ാം വയസ്സിൽ കാണാതായ നീ പിന്നീടുള്ള 26 വർഷം എവിടെയായിരുന്നുവെന്ന്. 15-ാമത്തെ വയസ്സിലൂടെ നിന്ന് കാണാതായ നീ പിന്നെയുള്ള 26 വർഷങ്ങൾ എവിടെയായിരുന്നു? ഇതിനുള്ള ഒരു ഉത്തരം എന്ന നിലയിൽ ഇറാഖിലെ ഈ നഗരത്തിൽ വളരെ വർഷങ്ങൾക്ക് മുൻപ് ഒരു സിവിൽ വാർ ഉണ്ടായപ്പോൾ അവിടെ നിന്നും ഒരു യുവാവ് ഒരു കുട്ടിയെ തോളിലെടുത്തുകൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നതായി കാണിക്കുന്നുണ്ട്. ഇതൊരു പക്ഷേ മോഹൻലാലിന്റെ ചെറുപ്പകാലഘട്ടവും തോളിലിരിക്കുന്ന കുട്ടി പൃഥ്വിരാജിന്റെ സയ്യിദ് മസൂദ് എന്ന കഥാപാത്രമാണെന്നും സൂചിപ്പിക്കുന്നു. ഒരു സമയത്ത് തന്റെ ജീവൻ രക്ഷിച്ച അബ്രഹാം ഖുറേഷി എന്ന മോഹൻലാലിനെ പിന്നീട് അതേ നഗരത്തിൽ വെച്ച് ആർമി അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ പൃഥ്വിരാജ് അവിടെ വന്ന് തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ സഹായിക്കുന്നതായി കാണാൻ കഴിയും. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. അതായത് ടീസറിന്റെ ആദ്യ ഭാഗത്തായി ഒരു ലേഡി കമാൻഡറെ കാണാൻ കഴിയും. ആ ലേഡി കമാൻഡർ തന്റെ മേലധികാരികളോട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം വയർലെസ്സിലൂടെ പാസ് ചെയ്യുന്നതായി കാണാൻ കഴിയും. കബൂഗയും അബ്രഹാം ഖുറേഷി ടീമും ഇവിടെയുണ്ടെന്നും അവിടെ വെടിവെപ്പ് ആരംഭിച്ചിട്ടുണ്ടെന്നുമാണ് വയർലെസ്സിലൂടെ ആ ഒരു ലേഡി കമാൻഡർ അറിയിക്കുന്നത്. ലൂസിഫർ എന്ന സിനിമയുടെ ക്ലൈമാക്സ് ഭാഗത്തായി അബ്രഹാം ഖുറേഷിയുടെ ഒരു വ്യക്തി നീ കബൂഗയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. കബൂഗ എന്നത് ലോകത്തിലെ പല തീവ്രവാദ സംഘടനകൾക്കും പൈസയും മറ്റു കാര്യങ്ങളും ഫണ്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ്. അതോടൊപ്പം ഈ കബൂഗ റവാണ്ട ഉൾപ്പെടെ പല സ്ഥലത്തെ ആളുകളെ കൂട്ടമായി വംശഹത്യ ചെയ്ത വ്യക്തിയാണ്. എന്നാൽ ഈ പറയുന്ന കബൂഗയെ 2020-ലാണ് ഫ്രഞ്ച് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ടീസറിൽ പറയുന്ന സംഭവങ്ങൾ നടന്നത് 2020-ന് മുൻപാണെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും. ടീസറിലെ ആ ഒരു സീനിൽ ആ ലേഡി ഓഫീസർ പറയുന്നത് അവിടെ വെടിവെപ്പ് തുടങ്ങിയെന്നാണ്. അങ്ങനെയാണെങ്കിൽ ആ നഗരത്തിൽ അബ്രഹാം ഖുറേഷി ടീമും കബൂഗ ടീമും തമ്മിൽ ഒരു വെടിവെപ്പ് സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഷൂട്ടൌട്ടിന്റെ സമയത്താണ് ഈ ഒരു ആർമി ടീം അവരെ ലക്ഷ്യമിട്ടുകൊണ്ട് ആ നഗരത്തിലേക്ക് ഇരച്ചു കയറി വരുന്നത്. അതുമാത്രമല്ല ടീസറിലെ പല ഭാഗത്തായി അബ്രഹാം ഖുറേഷിയുടെ ഗ്യാങ് വളരെ പവർഫുൾ ആണെന്ന് കാണിക്കുന്നുണ്ട്. അതുമാത്രമല്ല PKRന്റെ മരണശേഷം പാർട്ടിയിൽ വലിയ അഴിച്ചുപണി നടന്നിട്ടുണ്ടെന്ന് സൂചിപ്പിക്കുന്നതിനായി ഒരു വലിയ ജനക്കൂട്ടവും അതിന്റെ ഇടയിലൂടെ PKRന്റെ മകളായ മഞ്ജു വാര്യരുടെ കഥാപാത്രം ഒരു പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് നടന്നു വരുന്നതായി കാണാൻ കഴിയും. ഇതിന്റെ കൂടെ ഡീറ്റെയിൽ ആയി കണ്ടെത്തിയ ഒരുപാട് മറ്റു കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ കഴിയില്ല, കാരണം ചിലപ്പോൾ സ്ട്രൈക്ക് വരാൻ ചാൻസ് ഉണ്ട്. സോ ഈ കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ കണ്ടെത്തിയ ഡീറ്റെയിൽസ് മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതോടൊപ്പം നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.